നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 മെയ് 8 വ്യാഴാഴ്ച. മറുപടി: പഹൽഗാമിൽ വീണ കണ്ണീരിന് തിരിച്ചടി. ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണ വിജയം. ബുധൻ പുലർച്ചെ 1:05 ആദ്യ പ്രഹരം. 9 ഭീകര കേന്ദ്രം തകർത്തു. 25 മിനിറ്റ് നീണ്ട ഓപ്പറേഷൻ. ഇന്ത്യ ഒറ്റക്കെട്ട്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൈബ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ 10 ബന്ധുക്കൾ കൊല്ലപ്പെട്ടു. ജെയ്ഷെ മുഹമ്മദിന്റെ വാർത്താവിതരണ സംവിധാനവും തകർത്തു. ഇന്ന് സർവകക്ഷി യോഗം. രാഷ്ട്രപതിയെ വിവരം ധരിപ്പിച്ച് പ്രധാനമന്ത്രി. ഓപ്പറേഷൻ 40 വിമാനങ്ങളിൽ. ഓപ്പറേഷനിൽ ഉപയോഗിച്ചത് സ്കാൽപ് മിസൈലും ഹാമർ സ്മാർട്ട് ബോംബും. പാക് വെടിവയ്പിൽ 15 ഗ്രാമീണർ കൊല്ലപ്പെട്ടു. പൂഞ്ചിൽ ജവാന് വീരമൃത്യു. തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് പാകിസ്ഥാൻ. തീരുമാനം സൈന്യത്തിന് വിട്ടു. സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല. സംസ്ഥാനത്ത് 126 മോക്ക് ഡ്രിൽ. സമയം വൈകിട്ട് 4:04. സൈറൺ മുഴങ്ങിയതോടെ ആളുകൾ ജാഗരൂകരായി. ബഹുനില മന്ദിരങ്ങളിൽ ഉണ്ടായിരുന്നവർ സുരക്ഷിത വഴിയിലൂടെ പുറത്തേക്ക്. നിമിഷങ്ങൾക്കുള്ളിൽ അഗ്നിരക്ഷാ സേനയുടെ വാഹനങ്ങളും ആംബുലൻസും പാഞ്ഞെത്തി. സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി കുട്ടികളെ അടിയന്തര സാഹചര്യം നേരിടാൻ പരിശീലിപ്പിക്കുന്ന തിരുവനന്തപുരം കരിക്കകം അങ്കണവാടിയിലെ അധ്യാപിക പ്രീത. ഭീകര ക്യാമ്പില്ലെന്ന് ഉറപ്പാക്കണം CPIM. സൈനിക നടപടികൾക്കൊപ്പം പഹൽഗാമിൽ നിരപരാധികളുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായവരെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതിനായി പാകിസ്ഥാനുമേൽ സമ്മർദ്ദം തുടരണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ പ്രദേശത്ത് ഒരു ഭീകര ക്യാമ്പ് പോലും പ്രവർത്തിക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തണം. ജനങ്ങളുടെ ഐക്യവും രാജ്യത്തിന്റെ അഖണ്ഡതയും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണം. പാക് അധീന കാശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകര ക്യാമ്പുകളും പശ്ചാത്തല സൗകര്യങ്ങളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. സൈന്യത്തിന്റെ വിവരണപ്രകാരം ആസൂത്രിതമായ ലക്ഷ്യത്തിനൂന്നിയുള്ള ആക്രമണം 9 ഇടത്ത് നടത്തി. കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ ഭീകരർക്കും കൂട്ടാളികൾക്കുമെതിരെ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ അറിയിച്ചിരുന്നു. സൈന്യത്തെക്കുറിച്ച് അഭിമാനം മോദി. മറുപടി പെൺശബ്ദത്തിൽ. ആദ്യ ദിനം കറുത്ത പുക. പാപ്പയ്ക്കായി പ്രതീക്ഷയോടെ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ കരസേനാ കേണൽ സോഫിയ ഖുറേഷിയും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിശദീകരിക്കുന്നു. സുധാകരനെ മാറ്റിയാൽ പ്രത്യാഘാതമെന്ന് രാഹുലിന് 9 MP-മാരുടെയും 10 MLA-മാരുടെയും പരാതി. കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് വ്യക്തമാക്കി രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് എ നേതാക്കളുടെ പരാതി. 9 MP-മാരും 10 MLA-മാരും അടക്കം വലിയ സംഘം നേതാക്കളാണ് ഇമെയിൽ വഴി പരാതി നൽകിയത്. KPCC പ്രസിഡന്റ് സ്ഥാനം മതം നോക്കി തെരഞ്ഞെടുത്താലും കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്ന് MP ഗോവിന്ദൻ. ആളുകൾ കുറഞ്ഞില്ല, അന്വേഷണമില്ല, വ്യാജ വാർത്തയുമായി മാധ്യമങ്ങൾ. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗത്തിൽ ആളുകൾ കുറഞ്ഞെന്ന് നുണപ്രചാരണം. ദേശാഭിമാനി എഡിറ്റോറിയൽ. അളന്നു കുറിച്ച മറുപടി.
രാജ്യാതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ള ഭീകരവാദം ചോരപ്പുഴ ഒഴുക്കിയ പ്രദേശങ്ങളുടെ പട്ടിക നീണ്ടതാണ്. അനേകം സാധാരണക്കാരുടെയും സുരക്ഷാ ഭടന്മാരുടെയും ജീവൻ ഈ ഭീകരാക്രമണങ്ങളിൽ പൊലിഞ്ഞു. വൻതോതിൽ സാമ്പത്തിക നഷ്ടമുണ്ടായി. ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭംഗം നേരിട്ടു. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് തെളിവുകൾ സഹിതം ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2016 സെപ്റ്റംബർ 18 ഉറിയിലെ കരസേനാ ബ്രിഗേഡ് ആസ്ഥാനത്ത് 19 സൈനികരുടെ വീരമൃത്യുവിനിടയാക്കിയ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി 9-ാം നാളിൽ ഇന്ത്യ അതിർത്തി കടന്ന് മിന്നലാക്രമണം നടത്തി. 2019 ഫെബ്രുവരിയിൽ 40 CRPF ജവാന്മാരുടെ ജീവനപകരിച്ച പുൽവാമ ഭീകരാക്രമണത്തിന്റെ 12-ാം നാളിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദ് പരിശീലന കേന്ദ്രം തകർത്ത് മറുപടി നൽകി. ഓപ്പറേഷൻ സിന്ദൂർ. ശ്രീനഗർ ഉൾപ്പെടെ 25 വിമാനത്താവളം അടച്ചു. 200-ലേറെ വിമാനം റദ്ദാക്കി. തുടരുന്ന പ്രകോപനം. ഉറിയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള സലാമാബാദിൽ പാക് ആക്രമണത്തിൽ തകർന്ന വീട്. സൈനിക ശക്തിയിൽ ഇന്ത്യ, ആണവായുധ ശേഷിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പം. ആയുധശേഷി ഇങ്ങനെ: കരസേന ഇന്ത്യ പാക് ടാങ്കുകൾ 4201, പാകിസ്ഥാൻ 2627. കവചിത വാഹനം ഇന്ത്യ 1.5 ലക്ഷം, പാക്കില് പാകിസ്ഥാൻ 50,000. പീരങ്കി 10,001. മുഹമ്മദ് അസർ ആൽവി കൊടും ഭീകരൻ. മറുപടി പെൺ ശബ്ദത്തിൽ. ഇനി ദയ പ്രതീക്ഷിക്കേണ്ടെന്ന് അസർ. കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക് സിംഗ്. മറുപടി പെൺ ശബ്ദത്തിൽ. നോക്കാം. കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യൻ സൈന്യത്തിന്റെ സിഗ്നൽ കോറിൽ പ്രവർത്തിക്കുന്നു. ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമായ എക്സർസൈസ് ഫോഴ്സ് 18-ൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച ആദ്യ വനിത. 2016-ൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഏറ്റവും വലിയ സൈനികാഭ്യാസത്തിൽ രാജ്യത്തെ നയിക്കുമ്പോൾ സോഫിയയ്ക്ക് പ്രായം 35 വയസ്സ്. കോങ്കോയിൽ UN സമാധാന സേനയുടെ ഭാഗമായി നിരവധി സമാധാന ദൗത്യങ്ങളുടെ ഭാഗമായി. ഗുജറാത്ത് വധോര സ്വദേശിയായ സോഫിയയുടെ മുത്തച്ഛൻ കരസേനയിൽ സൈനികനായിരുന്നു. പിതാവ് സൈന്യത്തിലെ മതകാര്യ വിഭാഗത്തിൽ ഉണ്ടായിരുന്നു. മെക്കനൈസ്ഡ് ഇൻഫൻട്രിയിലെ കേണൽ താജുദ്ദീൻ ഖുറേഷിയാണ് ഭർത്താവ്. വിംഗ് കമാൻഡർ വ്യോമിക് സിംഗ്. വ്യോമിക എന്നാൽ ആകാശത്തിന്റെ മകളാണ്. 2019-ലാണ് വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി വ്യോമിക സിംഗ് ചേർന്നത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ വ്യോമിക നിർണായകമായ പല രക്ഷാദൗത്യങ്ങളിലും പങ്കെടുത്തു. ചേതക്, ചീറ്റ ഹെലികോപ്റ്ററുകൾ 2500 മണിക്കൂറോളം പറത്തിയിട്ടുണ്ട്. 2021-ൽ ഹിമാചൽ പ്രദേശിലെ 26,609 അടി ഉയരമുള്ള മണിരിംഗ് കൊടുമുടി കീഴടക്കി.